السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊന്നുമോൻ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലെ പല സൂറത്തുകളും അവൻ പഠിച്ച് മനസ്സിലാക്കി കടന്നു വരികയാണ്. അയിടക്കാണ് സൂറത്തുൽ മുസമ്മിൽ, നമുക്കൊക്കെ സുപരിചിതമായ സൂറത്ത്. ആ സൂറത്തിലേക്ക് ആ പൊന്നുമോൻ എത്തിച്ചേരുന്നത്. അതിന്റെ ആദ്യ രണ്ട് അധ്യാപനങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. ഈ രണ്ട് ആയത്തുകൾ അതിന്റെ സാരാംശം മനസ്സിലാക്കിയപ്പോൾ ആ പൊന്നുമോൻ അവിടുത്തെ ഉപ്പയോട് ചോദിക്കുകയാണ്, ഉപ്പ, ആരോടാണ് അല്ലാഹു തആല രാത്രി നിന്ന് നിസ്കരിക്കാൻ, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രിയിൽ കുറഞ്ഞ നേരെങ്കിലും നിസ്കരിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നത്, അള്ളാഹു അവിടെ നിന്ന് നിർദ്ദേശിക്കുന്നത് അത് ആരോടാണ് എന്ന് ആ പൊന്നുമോൻ അവിടുത്തെ പ്രിയപ്പെട്ട പിതാവിനോട് ചോദിക്കുമ്പോൾ ആ ഉപ്പ പറയുന്നു, അത് അള്ളാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് എന്ന് ആ ഉപ്പ മറുപടി കൊടുക്കുകയാണ്. ഉടനെ തന്നെ ആ പൊന്നുമോൻ ഉപ്പയോട് ചോദിക്കുകയാണ്, ലിമ ലാ തഫ്അലു കമാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലയോ ഉപ്പ, ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചെയ്തതുപോലെ നിങ്ങൾ എന്താണ് ചെയ്യാത്തത്? നിങ്ങളും ചെയ്തെടുക്കണ്ടേ? എന്താണ് നിങ്ങളിൽ ആ ഒരു പ്രവർത്തനം ഞാൻ കാണാത്തത് എന്ന് പൊന്നുമോൻ ഉപ്പയോട് ചോദിച്ചപ്പോ ആ ഉപ്പ കൊടുത്ത മറുപടി, ذاك أمر شرف الله به محمد صلى الله عليه وسلم. അത് അല്ലാഹു തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ പവിത്രതയോട് കൂടെ കൊടുത്ത ഒരു കാര്യമാണ്. അത് അള്ളാഹുവിന്റെ റസൂലിലേക്ക് മാത്രമുള്ളതാണ്, നമ്മളൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് ഉപ്പ അവിടെ തൽക്കാലം തടി രക്ഷപ്പെടുത്തുന്നു. വീണ്ടും പൊന്നുമോന്റെ പഠന മേഖല തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഷരീഫിലെ സൂറത്തുൽ മുസമ്മിലെ 19 ആയത്തുകൾ പിന്നിട്ടു. 20ാമത്തെ ആയത്ത് നമുക്കറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തും മിനല്ലദീന മഅക് എന്ന് തുടങ്ങുന്ന ആ നീണ്ട ആയത്ത്, അതിലേക്ക് ആ പൊന്നുമോൻ അതിന്റെ വിശദമായ തലങ്ങളിലേക്ക് എത്തിയപ്പോൾ ഉപ്പയോട് വീണ്ടും ഒരു ചോദ്യം. ഉപ്പ, ഈ ആയത്തിൽ പറഞ്ഞല്ലോ, നിങ്ങളും നിങ്ങളോട് കൂടെ നിന്ന് നിസ്കരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ, അത് രാത്രിയുടെ 2/3 ഭാഗവും 1/3 ഭാഗവും രാത്രിയുടെ പകുതിയും നിസ്കരിക്കുന്നുണ്ട്. അതെല്ലാം ഖാലിഖായ സൃഷ്ടാവായ അല്ലാഹു തആല അറിയുന്നുണ്ട് എന്നുള്ള വളരെ അർത്ഥവത്തായ ആ ഒരു തലത്തിലേക്ക് പൊന്നുമോൻ എത്തിയപ്പോൾ ഉപ്പയോട് ചോദിക്കുകയാണ്, ഉപ്പ, നേരത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് പറഞ്ഞതെന്ന് ഉപ്പ എനിക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ മുത്തുനബിയോട് കൂടെ നിസ്കരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞല്ലോ, ആരാണ് ആ കൂടെയുള്ള ആളുകൾ എന്ന് ഉപ്പയോട് ചോദിക്കുമ്പോ ആ പിതാവ് കൊടുക്കുന്ന മറുപടി, അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ജീവിച്ച ബഹുമാനപ്പെട്ട സ്വഹാബത്തെ കിറാമാണ്. അവരാണ് മുത്തുനബിയുടെ കൂടെ നിന്ന് നിസ്കരിക്കുന്ന ആ പറയപ്പെട്ട മഹാന്മാരായ ആളുകൾ, ആ പറയപ്പെട്ട വ്യക്തിത്വങ്ങൾ അവരാണ് എന്ന് പൊന്നുമോനോട് പറയുമ്പോ ആ കുട്ടിയുടെ ചോദ്യം, ഫലിമ ലാ തഫ്അലു കമാ ഫഅലൂ. നേരത്തെ ആവർത്തിച്ച അതേ ചോദ്യം തന്നെ, നേരത്തെ മുത്തുനബി ചെയ്തതുപോലെ നിങ്ങൾ എന്തേ ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചു. അതിന് ഉപ്പ കൊടുത്ത മറുപടി, അത് അള്ളാഹുവിന്റെ ഹബീബിനേക്കുള്ള പ്രത്യേകമായ ഒരു കാര്യമാണ്, വേറെ ആർക്കും അതിന്റെ ആവശ്യമില്ല. എന്നാൽ ഇവിടെയും ഉപ്പയോട് ചോദിക്കുന്ന സെയിം ചോദ്യം ഉപ്പ കൊടുക്കുന്ന മറുപടി, ഖവ്വാഹുമുല്ലാഹു അലാ ഖിയാമിൽ ലൈൽ. മോനെ, പൊന്നുമോനെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികൾക്ക് രാത്രി നിന്ന് നിസ്കരിക്കാൻ പ്രത്യേകമായ ഒരു ശക്തി, അതിനുള്ള പ്രത്യേകമായ ഒരു ഖുവ്വത്ത് അല്ലാഹു തആല കൊടുത്തിരിക്കുന്നു എന്ന് പറയേണ്ട താമസം ആ പൊന്നുമോൻ പ്രിയപ്പെട്ട പിതാവിനോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഉപ്പ,
ലാ ഖൈറ ഫീമൻ ലാ യഖ്തദി ബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅസ്ഹാബിഹി. അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സ്വഹാബത്തെ കിറാമിനെയും അംഗീകരിക്കാതെ, അനുകരിക്കാതെ, പിൻപറ്റാതെ, ഇത്തിബാ ചെയ്യാതെ ഒരു ഖൈറും ഉണ്ടാവൂല, ഒരു നന്മയും ഒരു ഗുണവും ലഭിക്കൂല എന്ന് ആ പൊന്നുമോൻ വളരെ ഗൗരവമായിട്ട് ആ പ്രിയപ്പെട്ട പിതാവിനോട് പറയുമ്പോ ഫസാറ അബൂഹു യുസല്ലി ബില്ലൈൽ, അതോടുകൂടെ ആ പ്രിയപ്പെട്ട പിതാവ് രാത്രി നിസ്കരിക്കുന്ന ആളായി മാറുകയാണ്. നിങ്ങളെ തീർന്നില്ല, ആ കുട്ടി ചോദിക്കുകയാണ്, ഉപ്പ എനിക്കും നിങ്ങളോട് കൂടെ നിസ്കരിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്, വല്ലാത്ത താല്പര്യമുണ്ട്, അത് എനിക്കും ഒന്ന് പഠിപ്പിച്ചു തരണം, ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ പിതാവ്, മോനെ നീ അതിന് സമയമായിട്ടില്ല, പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ അതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഉടനെ ആ പ്രിയപ്പെട്ട പിതാവിനോട് പൊന്നുമോൻ പറയുന്ന വാക്കാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിലേക്ക് പതിയേണ്ടത്. ആ പൊന്നുമോൻ പറയുകയാണ്, ഇദാ ജമഅല്ലാഹുൽ ഖലായിഖ യൗമൽ ഖിയാമ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ സർവ്വ സൃഷ്ടി ചരാചരങ്ങളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സമയം വരാനുണ്ട്. ആ സമയത്ത് സ്വർഗത്തിലേക്ക് അനുമതി ലഭിക്കപ്പെട്ടവരായ, സ്വർഗപ്രവേശനത്തിലേക്ക് പെർമിഷൻ ലഭിച്ചവരായ ആളുകളോട് അള്ളാഹു അവിടത്തേക്ക് കടക്കാൻ പറയുമ്പോ ഞാനെങ്ങാനും അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ എനിക്ക് റബ്ബിനോട് പറയേണ്ടി വരും, യാ റബ്ബ് അറത്തു സ്വലാത്ത ബില്ലൈൽ, പടച്ചോനെ രാത്രി നിന്ന് നിസ്കരിക്കാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു, ഞാൻ കൊതിച്ചു പോയിരുന്നു, പക്ഷേ ഫമനഅനി അബി, എന്റെ വാപ്പ എന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തി, എന്നെ അതിനെ തൊട്ട് ഒഴിവാക്കി, എന്നെ വിസമ്മതിച്ചു എന്ന് പറയേണ്ടി വരും എന്ന ഒരു വാക്ക് പറയേണ്ട ഘട്ടം പ്രിയപ്പെട്ട പൊന്നുമോനോട് ആ ഉപ്പ പറയുന്നു, യാ മുനയ്യ ഖും ഫസല്ലി ബില്ലൈൽ, മോനെ നീ നിസ്കരിച്ചോ, രാത്രി നിസ്കരിച്ചോ എന്ന് പറഞ്ഞ് ആ പൊന്നുമോൻക്ക് സമ്മതം കൊടുക്കുകയാണ്, അവനെ കൂടെ കൂട്ടുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ പൊന്നുമോൻക്ക് അല്ലാഹു തആല സന്മാർഗം കൊടുത്തില്ലേ? ഈ സന്മാർഗിയായ പൊന്നു മകനിലൂടെ ആ പ്രിയപ്പെട്ട പിതാവിനും അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുകയാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വലിയൊരു മാർഗത്തിലേക്ക് ഈ പൊന്നുമകൻ കാരണമായി അള്ളാഹു തആല എത്തിക്കുകയാണ്. അത് മാത്രവുമല്ല, ആ ഉപ്പ ആ ഒരു പുണ്യ പ്രവർത്തനത്തിലേക്ക് കടന്നു വരലോടുകൂടെ ആദരവായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അവിടുത്തെ സ്വഹാബത്തെ കിറാമിനോടുമുള്ള ഇത്തിബാ, അവിടുത്തെ അനുകരണം, അനുകമ്പ, ആ ഒരു പിന്തുടരൽ അവിടെ സാധ്യമാവുകയാണ്. അത് വല്ലാത്ത ഒരു പുണ്യമുള്ള കാര്യം തന്നെയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു കാര്യവും കൂടിയാണ് ഇത്തിബാഉൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ആ ഒരു മകൻ കാരണം ഈ ഉപ്പക്ക് നേരായ മാർഗത്തിലേക്കുള്ള ഒരു വഴി തെളിഞ്ഞു വരികയാണ്. ഇത്തരം സ്വഭാവ ഗുണങ്ങളും സന്മാർഗിയുമായ ആ ഒരു പൊന്നുമകനെ കുറിച്ച് അറിയാൻ നമുക്ക് വല്ലാത്ത പൂതിയുണ്ടായേക്കാം. ആരായിരിക്കും ആ പൊന്നുമകൻ? മറ്റാരുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചവരായ, അവന്റെ ഔലിയാക്കളിൽപ്പെട്ടവരായ, പ്രസിദ്ധരായ, വളരെ സാഹിദായ, പ്രപഞ്ചത്യാഗിയായ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റഹ്മഹുല്ലാഹു അലൈഹി എന്ന ബഹുമാനപ്പെട്ടവരാകുന്നു. അല്ലാഹു തആല അവിടുത്തെ മദദ് പൊരുത്തമൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സകല മേഖലകളിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, അഫ്ശുസ്സലാം വഅത്ഇമുത് തആം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക, പരത്തുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ അവിടെ സലാമ് കൊണ്ട് അഭിമുഖീകരിക്കുക. അഭിസംബോധനം ചെയ്യേണ്ടത് പവിത്രമായ സലാമ് കൊണ്ടായിരിക്കണം. അതോടുകൂടെ തന്നെ മറ്റുള്ളവരെ ഭക്ഷണം കഴിപ്പിക്കുക. പാവപ്പെട്ടവരാവട്ടെ, അതിഥികളാവട്ടെ, സാധുജനങ്ങളിൽപ്പെട്ട ആരെയും ആയിക്കോട്ടെ, അവർക്ക് ഭക്ഷണം കഴിപ്പിക്കുന്നതും ഒരു പുണ്യമുള്ള കാര്യമാണ്. അതോടുകൂടെ ചേർത്തി പറഞ്ഞ കാര്യമാണ് നമ്മൾക്ക് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, സർവ്വജനങ്ങളും കിടന്നുറങ്ങുന്ന ആ പാതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് രാത്രിയിലുള്ള നിസ്കാരം നിർവഹിക്കുക. അതും കൂടി ചെയ്യുമ്പോൾ തദ്ഖുലുൽ ജന്നത ബിസലാം, അള്ളാഹുവിന്റെ രക്ഷ പ്രാപിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് എളുപ്പമാകും. നിങ്ങളും ഒരു സ്വർഗാവകാശിയായി മാറുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഈ വിശുദ്ധ അധ്യാപനം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പതിഞ്ഞു വന്ന്
നമ്മുടെ ജീവിത രീതികളിലും നമ്മുടെ സ്വഭാവങ്ങളിലും നമ്മുടെ ഇബാദാത്തുകളിലും ഒക്കെ അതിന്റെ ഒരു വർധനവ്, ആ ഒരു സിയാദത്ത് കൊണ്ടുവന്നാൽ നാളെ സ്വർഗാവകാശികളിൽ എനിക്കും നിങ്ങൾക്കും പങ്കാളികളാകാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാളെ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ചെയ്തെടുക്കാനുള്ള തൗഫീഖും അവസരവും ആഫിയത്തും അള്ളാഹു നമുക്കൊക്കെ ഏറെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.